ഹേ ടീം, നമ്മൾ മുമ്പ് തൊട്ട് മുമ്പ് നമ്മൾ ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഒബ്ജക്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഞാൻ ഈ കോഡെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പം നമ്മൾ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ കൺസോളിലോട്ട് ലോഗ് ചെയ്ത സമയത്ത് നമ്മൾ എന്താ കണ്ടിട്ടുണ്ടായിരുന്നത്, ശരിക്കും ഒരു നമ്മുടെ ഫുൾ HTML-ക്കുള്ള ഒരു പോയിൻ്ററാണ് അല്ലെങ്കിൽ ഒരു റെഫറൻസ് ആണ്. അപ്പോൾ ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബോർഡിനുള്ളിൽ റൈറ്റ് ചെയ്യും. ഡോക്യുമെൻ്റ് ഡോട്ട് ബോഡി ഡോട്ട് സ്റ്റൈലെല്ലാം നമ്മൾ മാറ്റി നോക്കി, എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഈ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് അത് വെച്ചിട്ട് നമുക്ക് ഇതിനെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടൺ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു BTN എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഞാനിതിനൊരു ID കൊടുക്കുകയാണ്. ID = BTN add എന്നുള്ള രീതിയിൽ ഞാനൊരു ID കൊടുത്തു. ഓക്കെ, എന്നിട്ട് എനിക്കിവിടെ വന്നിട്ട് ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന് ജാവാസ്ക്രിപ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്പെല്ലിങ് ഇതുപോലെ തന്നെ ആയിരിക്കണം. G സ്മോൾ ലെറ്റർ ആണ്, E ക്യാപിറ്റലാണ്, B ക്യാപിറ്റലാണ്, I ക്യാപിറ്റലാണ്. ആദ്യത്തെ ലെറ്റർ സ്മോൾ ലെറ്റർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ ഓരോ വേർഡും മാറുന്ന സമയത്ത് ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഗെറ്റ് എലമെൻറ്റ് ബൈ ID എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഈ കൊടുത്തിട്ടുള്ളൊരു ID ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ സ്ട്രിങ് ആയിട്ട് ഞാനിവിടെ കൊടുക്കുകയാണ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കർസർ വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇത് റിട്ടേൺ ചെയ്യുന്നത് ഒരു HTML എലമെൻ്റ് ആണ്. ഒരു HTML എലമെൻറ്റിനെയാണ് നമുക്കിത് റിട്ടേൺ ചെയ്ത് തരുന്നത്. ഈ എലമെൻറ്റിനെ റിട്ടേൺ ചെയ്ത് തരുന്നുണ്ട് എന്നുള്ളത്, ഇങ്ങനെ കോളം കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ നിന്ന് റിട്ടേൺ ചെയ്ത് തരുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ റിട്ടേൺ ചെയ്ത് തരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ റിസീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു വേരിയബിൾ, ഞാൻ ജസ്റ്റ് ഒരു BTN-ഓ അല്ലെങ്കിൽ B-എന്നോ എന്തെങ്കിലും പേരിൽ നിങ്ങളൊരു വേരിയബിൾക്ക് അതിനെ എടുത്തു വെക്കുന്നു. റിട്ടേൺ ചെയ്ത് തരുന്നതിന് നമ്മളൊരു വേരിയബിൾക്ക് റിസീവ് ചെയ്യുന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബട്ടൺക്കുള്ള ഒരു കൺട്രോൾ നമുക്ക് ഇവിടെ കിട്ടും. എന്നിട്ട് ആ ബട്ടൺ ഡോട്ട് BTN ഡോട്ട് എനിക്ക് എന്ത് ചെയ്യാം, സ്റ്റൈൽ മാറ്റണമെന്നുണ്ടെങ്കിൽ സ്റ്റൈൽ ഡോട്ട് എനിക്കതിൻ്റെ കളർ, ഫോൺ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ കളർ = ഞാനിപ്പോൾ ഒരു ബ്രൗൺ കൊടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റും, ഇപ്പോൾ ഇതിൻ്റെ ഓക്കെ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞാലും ജാവാസ്ക്രിപ്റ്റ് ടോപ്പ് ടു ബോട്ടം എക്സിക്യൂഷനാണ്. അപ്പോൾ ഇവിടെ നിന്ന് ടോപ്പിൽ നിന്ന് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് വരുന്ന സമയത്താണ് ഈ കോഡ് കാണുന്നത്, ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ BTN add എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു സമയത്ത് ശരിക്കും ഈ ഭാഗം എക്സിക്യൂട്ട് ആവാത്തത് കൊണ്ട് തന്നെ ഈ ഒരു എലമെൻറ്റിന് ഇതിന് കണ്ടെത്താൻ കഴിയില്ല. കാരണം ഇത് ക്രിയേറ്റ് ചെയ്തിട്ടില്ലല്ലോ. ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിൻ്റെ കൺട്രോൾ എടുക്കാൻ നോക്കുന്നതാണ്. അപ്പോൾ ശരിക്കും നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു സ്ക്രിപ്റ്റ് ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രിപ്റ്റിനെ നമ്മൾ ഏറ്റവും താഴോട്ട് കൊണ്ടുപോകണം. ഞാൻ ഈ ബോർഡിൻ്റെ ഏറ്റവും താഴെ കൊണ്ടുവന്നിട്ട് കീപ്പ് ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് ടോപ്പിൽ നിന്ന് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് വന്നു, ഈ ബട്ടണെല്ലാം ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിനെ ഗെറ്റ് എലമെൻറ്റിന് വേണ്ടി സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് HTML ഡോക്യുമെൻ്റ് ആണ്. അതിൻ്റെ ഉള്ളിൽ ഈ ID വെച്ചിട്ടുള്ള ഒരു എലമെൻറ്റ് ഉണ്ടോ എന്നുള്ളത് ഇങ്ങനെ സെർച്ച് ചെയ്യും. അപ്പോൾ ആദ്യത്തെ ഏത് എലമെൻറ്റിനാണോ ഈ ID വെച്ചിട്ട് ആദ്യം കണ്ടെത്തുന്നത്, അതിനെ നമുക്ക് എന്ത് ചെയ്യും, ഇവിടുന്ന് റിട്ടേൺ ചെയ്ത് തരും. അതാണ് നമ്മൾ ഇവിടെ ഈ ഒരു വേരിയബിൾക്ക് നമ്മൾ എടുത്ത് വെക്കുന്നത്. എന്നിട്ട് അതിൻ്റെ സ്റ്റൈലാണ് നമ്മൾ ബ്രൗൺ ആക്കിയിട്ട് മാറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ സ്റ്റൈല് ബ്രൗൺ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ BTN add 1 എന്നുള്ള രീതിയിൽ തെറ്റായിട്ട് ഞാനൊരു ID കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് എന്താ ചെയ്യാം, ഇവിടെ ഒരു എറർ വരും, കനോട്ട് റീഡ് പ്രോപ്പർട്ടീസ് ഓഫ് നൾ. നൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇല്ലാത്തൊരു വാല്യൂവിനെ, അങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിൽ ഇവിടെ ശരിക്കും എന്താ സംഭവിക്കുന്നത്, 1 എന്ന് പറയുന്ന BTN add 1 എന്ന് പറയുന്ന ID ഉള്ള ഒരു എലമെൻറ്റിനെ നോക്കി, അങ്ങനെ ഒരു എലമെൻ്റ് ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് റിട്ടേൺ ചെയ്യൽ നള്ളാണ്. നമ്മൾ വിചാരിക്കുന്ന സംഭവം കിട്ടിയിട്ടില്ലെങ്കിൽ അവിടുന്ന് റിട്ടേൺ ചെയ്ത് തരൽ നള്ളാണ്. അപ്പോൾ BTN എന്ന് പറയുന്നതിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും, നൾ എന്നുള്ള വാല്യൂ ആണ്. അപ്പോൾ അത് ജാവാസ്ക്രിപ്റ്റിലും എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഉള്ളതാണ്. നമ്മൾ വാല്യൂ ഒന്നുമില്ലെങ്കിൽ അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് നൾ എന്നുള്ളത്. നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, പ്രിൻ്റ് ചെയ്ത് നൾ എന്നുള്ളതാണ്. അപ്പോൾ ഒരു ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് ഇവിടെ നള്ളാണ് റിട്ടേൺ ചെയ്തത്. അപ്പോൾ നൾ ഡോട്ട് സ്റ്റൈൽ എന്നുള്ളത് വിളിക്കാൻ കഴിയില്ല. ഒരു HTML എലമെൻ്റ് ആണെങ്കിൽ ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്നത് ശരിക്കും ഒരു ഫുൾ കറക്റ്റ് HTML എലമെൻ്റ് ആണെങ്കിൽ ആ HTML എലമെൻറ്റിനെ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടേ ഉള്ളൂ. അപ്പോൾ അതിന് മാത്രമേ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റൂ, അതിന് മാത്രമേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ,
ഞാനിവിടെ ഇത് കറക്റ്റായിട്ട് തന്നെയാണ് ഞാനിവിടെ BTN ആഡ് തന്നെയാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൺസോളിലോട്ട് ലോഗിൽ എന്താ വരുന്നത് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും BTN ആഡ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ശരിക്കും കൺസോളിലോട്ട് ലോഗിൽ കാണുന്നത് ആ കംപ്ലീറ്റ് ബട്ടണാണ്. ആ ബട്ടൻ്റെ സ്റ്റൈൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിന് പകരം നള്ളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നള്ളിൻ്റെ ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമുക്ക് അവിടെ എറർ അടിക്കുന്നത്. അപ്പോൾ ഈ എറർ മെസ്സേജ് പ്രത്യേകം മനസ്സിലാക്കണം. ഇങ്ങനെ കൊടുക്കുമ്പോൾ കനോട്ട് റീഡ് പ്രോപ്പർട്ടീസ് ഓഫ് നൾ എന്ന് പറയുന്നത് റീഡിംഗ് സ്റ്റൈൽ. ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് എന്താണ്, നൾ ഡോട്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ നള്ളിന് സ്റ്റൈൽ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രോപ്പർട്ടി റീഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള എറർ അടിക്കുന്നത്. അപ്പോൾ ഈ ഒരു എറർ മെസ്സേജ് പ്രോപ്പറായിട്ട് തന്നെ മനസ്സിലാക്കുക. നിങ്ങൾ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും ഇതുപോലത്തെ ഇഷ്യൂസ് വരും. അപ്പോൾ അത് മെസ്സേജ് പ്രത്യേകം മനസ്സിലാക്കുക എങ്ങനത്തെ ടൈപ്പ് ഓഫ് മെസ്സേജസ് ആണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, ഇവിടെ ഞാൻ ഇത് കറക്റ്റ് ആക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ ഞാൻ കൊടുക്കുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബട്ടൻ്റെ വാല്യൂവിനെ എനിക്ക് മാറ്റാൻ പറ്റുന്നുണ്ട്. ഇത് ബട്ടൻ്റെ വാല്യൂ മാത്രമല്ല, ഈവൻ എനിക്കതിൻ്റെ ഇവിടെ ഞാൻ ഇപ്പോൾ കൊടുത്തുള്ള ടെക്സ്റ്റ് എന്താണ്, ആഡ് ടു നമ്പർ എന്നുള്ളതാണ്. അതിനെനിക്ക് വേണമെങ്കിൽ മാറ്റാൻ പറ്റും. അതിനെനിക്ക് എന്ത് ചെയ്യാം, BTN ഡോട്ട് ഇന്നർ HTML എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഇന്നർ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇന്നർ HTML എല്ലാം വെച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റ് ടാഗിന്, ഈ ബട്ടൻ്റെ കണ്ടന്റ് പോർഷൻ ഏതാണ്, ഈ ഓപ്പണിംഗ് ടാഗിൻ്റെയും ക്ലോസിംഗ് ടാഗിൻ്റെയും ഇടയിലുള്ള ഒരു പോർഷനാണ് നമ്മുടെ കണ്ടന്റ് പോർഷൻ. ആ കണ്ടന്റ് പോർഷൻ എനിക്ക് എന്ത് ചെയ്യാം, മാറ്റം വരുത്താൻ പറ്റും. ഞാനതിനെ ഇന്നർ ടെക്സ്റ്റ് ഈക്വൽ ടു എന്നുള്ളത് ഞാൻ മാറ്റിയിട്ട് ആഡ് എന്നുള്ളത് ആക്കി കൊടുക്കുകയാണ്. അത് സംഭവിച്ചത് അതിൻ്റെ ടെക്സ്റ്റ് മാറിയിട്ട് വന്നു. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് കൊടുക്കേണ്ടത് ടെക്സ്റ്റ് അല്ല കൊടുക്കേണ്ടത്, എനിക്ക് അതിന് പകരം ഒരു HTML ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇന്നർ HTML ഈക്വൽ ടു, ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണ്, ഇതിൻ്റെ ഈ ഒരു പോർഷനിലുള്ള ടെക്സ്റ്റിനെ വെറുതെ ഇത് മാറ്റിയിട്ട് എനിക്ക് ഇഷ്ടമുള്ള വേറെ രീതിയിലുള്ളതെന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ അതിന് പകരം എനിക്ക് കൊടുക്കേണ്ടത്, ഞാനൊരു സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യണം, ഒരു H3 കൊടുക്കുകയാണ്. ഇത് സാധാരണ നമ്മൾ കൊടുക്കുന്നതല്ല, ഇത് ഇങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യൂല. ബട്ടൻ്റെ ഇന്നർ HTML ആയിട്ട് നമ്മൾ മാക്സിമം നമ്മൾ ചിലപ്പോൾ ഇമേജ് കൊടുക്കുമായിരിക്കും, അല്ലാതെ നമ്മൾ ഇതേപോലെ ഹെഡിങ് ഒന്നും കൊടുക്കൂല. പക്ഷെ ജസ്റ്റ് ഞാൻ സാമ്പിളിന് വേണ്ടി കാണിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കണ്ടന്റ് ആയിട്ട് വന്നിട്ടുള്ളത് H3 എന്ന് പറയുന്ന ഒരു ടാഗാണ്. അപ്പോൾ നമുക്ക് ഈ ഇന്നർ HTML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HTML കൊടുക്കാൻ പറ്റും, ഇന്നർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ടെക്സ്റ്റ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ബട്ടൻ്റെ ഏത് എലമെൻറ്റിനാണെങ്കിലും ID വെച്ചിട്ട് ഞാൻ ഒരു എലമെൻറ്റിനെ കണ്ടെത്തി എന്നിട്ട് അതിൻ്റെ ഏത് പ്രോപ്പർട്ടി വേണമെങ്കിലും നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ID വെച്ചിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതേപോലെ നമുക്ക് ID വെച്ചിട്ട് മാത്രമല്ല, നമുക്ക് മറ്റുള്ള വേറെയും പ്രോപ്പർട്ടി വെച്ചിട്ട് കണ്ടെത്താൻ പറ്റും. നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാനിവിടെ ഇപ്പോൾ ഇവിടെ എന്താണ്, നമ്മൾ ഈ 300 400 എന്നുള്ളത് ഹാർഡ് കോഡ് ചെയ്താണ്, മാറ്റാൻ കഴിയില്ല. എനിക്ക് അതിന് പകരം എന്ത് ചെയ്യാം, 2 ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. ആ ടെക്സ്റ്റ് ബോക്സിൽ 2 വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ സം ചെയ്യണം, അതിൻ്റെ റിസൾട്ട് കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എന്ത് ചെയ്യാണ്, 2 ടെക്സ്റ്റ് ബോക്സ്, ഫസ്റ്റ് നമ്പർ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്. ഇത് HTML പഠിച്ച ആളുകൾ പഠിച്ചിട്ടുണ്ടാവും. ഇതിന് ID ഈക്വൽ ടു ഞാൻ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് നമ്പറിന് F നമ്പർ എന്നുള്ള രീതിയിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു BR കൊടുക്കുകയാണ് നെക്സ്റ്റ് ലൈനിലോട്ട് പോകാൻ. ഇങ്ങനെയല്ല നിങ്ങൾക്ക് ശരിക്കും HTML-ഉം റെസ്പോൺസീവ് ഡിസൈനും ബൂട്ട് സ്ട്രാപ്പെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ആളുകൾ അത് ഉപയോഗപ്പെടുത്തിയിട്ട് പ്രോപ്പർ ഡിസൈൻ തന്നെ ചെയ്യുക. ഞാനിത് സിമ്പിളാക്കാൻ വേണ്ടി അതിനൊന്നും ടൈം അധികം കളയേണ്ടെന്ന് വിചാരിച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യുന്നതാണ്. സെക്കൻഡ് നമ്പറിനെ ഞാൻ S നമ്പർ എന്നുള്ള രീതിയിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് UI-ൽ എന്താണ്, 2 നമ്പർ കാണാൻ പറ്റും. ഓക്കെ, ഞാനിതിൻ്റെ ഇന്നർ HTML ഞാൻ HTML മാറ്റിയിട്ട് ജസ്റ്റ് ഞാൻ ഇന്നർ ടെക്സ്റ്റ് തന്നെ ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. ഇനി ഇതിൻ്റെ ആവശ്യം നമുക്കില്ല, തൽക്കാലം ഞാൻ റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 നമ്പറും, ഞാനൊരു BR കൊടുക്കാം. ഇവിടെ 2 ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും നമുക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും. ഓക്കെ, പിന്നെ ഞാനൊരു
താഴെ എനിക്ക് റിസൾട്ട് കാണിക്കാൻ വേണ്ടി ഞാനൊരു ലേബലും വെക്കുന്നുണ്ട്. ഓക്കെ, ഈ ലേബലിന് ഞാൻ ഒരു ID കൊടുക്കുകയാണ്, റിസൾട്ട്. ഓക്കെ, അപ്പോൾ ശരിക്കും എനിക്ക് ചെയ്യേണ്ട എന്താണ്, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഇങ്ങനെ ഹാർഡ് കോഡ് ചെയ്ത നമ്പറിന് പകരം ഞാൻ ജസ്റ്റ് ആഡ് ടു നമ്പർ എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിച്ചു കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റ് ബോക്സ് എന്നുള്ള യൂസർ ടൈപ്പ് ചെയ്തിട്ടുള്ള ഇത് ടെക്സ്റ്റ് ബോക്സ് ആണല്ലോ, അപ്പോൾ യൂസർക്ക് ഇവിടെ നമ്പർ ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനൊരു 100 എന്നുള്ള നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാം. ഇവിടെ ഞാനൊരു 500 എന്നുള്ള നമ്പർ ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കതിൻ്റെ ഈ റിസൾട്ട് ഇതെടുത്തു, ഇതിൻ്റെ വാല്യൂ എടുത്തു, എന്നിട്ട് അതിനെ ആഡ് ചെയ്ത് സം ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എനിക്ക് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ള ഒരു ഹിഡൻ ലേബൽ ഉണ്ട്. അതിൽ ടെക്സ്റ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഒന്നും കാണാത്തത്. ഞാനിപ്പോൾ ഒരു ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ലേബൽ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അവിടെ എനിക്ക് അതിൻ്റെ റിസൾട്ട് വരണം. അതാണ് എൻ്റെ ടാർഗറ്റ്. അതിന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആദ്യം ഞാൻ ചെയ്യേണ്ടത് ഈ ഒരു എലമെൻറ്റിനെ കണ്ടെത്തണം. അപ്പോൾ ഇവിടെ IDF നമ്പർ ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് ആ എലമെൻറ്റിനെ കണ്ടെത്താൻ പറ്റും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഉള്ളിലെ യൂസർ ടൈപ്പ് ചെയ്ത ആ ഒരു വാല്യൂവിനെ കണ്ടെത്തണം. ഓക്കെ, അതേപോലെ പിന്നെ രണ്ടാമത്തെ എലമെൻറ്റിനെയും നിങ്ങൾ ആദ്യം ഒരു സംഭവം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം വിഷ്വലൈസ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇവിടെ പോസ് ചെയ്യുക, ഈ ഒരു വീഡിയോ ഇവിടെ പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ ചെയ്യാം, നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി പോർഷൻ കണ്ടിട്ട് ഞാൻ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് document.get element by ID of F നമ്പർ, പിന്നെ document.get element by ID of S നമ്പർ, 2 നമ്പറുണ്ട്. അല്ലെങ്കിൽ അതിനെ ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ എന്നുള്ളതിനെ ആക്കി മാറ്റുകയാണ്. രണ്ട് നമ്പറാക്കിയിട്ട് അതിന് രണ്ട് എലമെൻറ്റും കണ്ടെത്തി അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള വാല്യൂനെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് അതിനെ സമ്മ ചെയ്ത് കണ്ട് നമുക്ക് ലേബലുണ്ട്. അപ്പോൾ ഇതിനെ document.get element by ID of റിസൾട്ട് കണ്ടെത്തുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ inner HTML സെറ്റ് ചെയ്യുക. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇല്ലെങ്കിൽ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇവിടെ ഞാൻ ഫസ്റ്റ് നമ്പറിനെ ഞാൻ എന്ത് ചെയ്യുന്ന N1 എന്നുള്ളതാക്കിയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു, ഈക്വൽ ടു N1ൻ്റെ എലമെൻ്റ് ആണ് അല്ലേ. അപ്പം N1 എലമെൻ്റ് ഈക്വൽ ടു document.get element by ID of ഫസ്റ്റ് നമ്പർ. ഓക്കെ, അപ്പം എന്തായി, ആ ഒരു ടെക്സ്റ്റ് ബോക്സിന് എനിക്കൊരു വേരിയബിൾ കിട്ടി. ഓക്കെ, ഇനി ഒരു വേരിയബിളിൽ ടെക്സ്റ്റ് ബോക്സിനെ കിട്ടിയതുകൊണ്ട് മാത്രം നമുക്ക് കാര്യമില്ല, അതിൻ്റെ ഉള്ളിൽ നിന്ന് യൂസർ ടൈപ്പ് ചെയ്ത വാല്യൂവിനെ നമുക്ക് എങ്ങനെ റീഡ് ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കാം. നമുക്ക് അങ്ങനെ റീഡ് ചെയ്യണം. ഞാൻ തൽക്കാലം എന്ത് ചെയ്യാം, ഈ ഒരു console.log of N1 എലമെൻ്റ് എന്നുള്ളത് ഞാൻ ലോഗ് ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ വേറൊരു കാര്യമുള്ളത്, ഇത് നമ്മൾ ഈ സ്ക്രിപ്റ്റ് ബ്ലോക്കിൻ്റെ ഉള്ളിലാണ് എഴുതിയിട്ടുള്ളത്. ശരിക്കും ഇതിനെ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എപ്പോഴാണ്, ആഡ് ടു നമ്പർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ വിളിക്കുന്ന സമയത്താണ്. അപ്പോൾ ഞാൻ അതിനെന്ത് ചെയ്യാം, ഈ കോഡിനെ പിടിച്ചിട്ട് ഞാനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ആ ഫംഗ്ഷൻ ആഡ് ടു നമ്പർ, എനിക്ക് ഇൻപുട്ട് ഒന്നും കൊടുക്കണ്ട, ഡൈനാമിക് ആയിട്ട് അത് ആ ടെക്സ്റ്റ് ബോക്സിന് വാല്യൂ കണ്ടെത്തിയിട്ട് തന്നെ സം ചെയ്യണം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു കോഡിനെ ഇതിൻ്റെ ഉള്ളിലോട്ട് മാറ്റി, എന്നിട്ട് ഞാനിവിടെ ഒരു 100 എന്നുള്ളത് ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ ഇത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ശരിക്കും ആ കോഡ് എക്സിക്യൂട്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ ഈ ടെക്സ്റ്റ് ബോക്സിന് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടെക്സ്റ്റ്, അതിന് എനിക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഫസ്റ്റ് നമ്പർ, പിന്നെ അതിനെ എലമെൻറ്റിന് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. കറക്റ്റ് എലമെൻറ്റിനെ തന്നെ നമുക്ക് ID ഫസ്റ്റ് നമ്പറുള്ള എലമെൻറ്റിനെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് കുറേ വാല്യൂസ് കാണാൻ പറ്റും. ഇതിൽ നമുക്ക് വാല്യൂ എന്ന് പറയുന്ന നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇവിടെ വാല്യൂ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ടെക്സ്റ്റ് ബോക്സ് നമ്മൾ ടൈപ്പ് ചെയ്ത വാല്യൂ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഞാനിവിടെ 244 ആണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് 244 ഇവിടെ റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ എലമെൻറ്റിൻ്റെ
ഇന്നർ HTML ആണ് നമ്മൾ അതിൻ്റെ മിഡിലുള്ള അതിൻ്റെ കണ്ടന്റ് പോർഷൻക്ക് നമുക്ക് റൈറ്റ് ചെയ്യാനുള്ളത്. ബട്ടൺ ആണെങ്കിലും ഡിവ് ആണെങ്കിലും ഹെഡിങ് ആണെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഇന്നർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ടന്റ് സെക്ഷനിൽ ടെക്സ്റ്റ് റൈറ്റ് ചെയ്യാൻ. അതേപോലെ ഒരു ടെക്സ്റ്റ് ബോക്സിൽ യൂസർ ടൈപ്പ് ചെയ്ത വാല്യൂവിനെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എനിക്ക് ഇതേപോലെ വാല്യൂവിനെ ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് അങ്ങോട്ട് വേണമെങ്കിൽ വാല്യൂ റൈറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിച്ചു തരാം. ഈ n1 എലമെൻറ്റ് ഡോട്ട് വാല്യൂ ഈക്വൽ ടു ഞാനൊരു 999 എന്നുള്ളത് കൊടുക്കണം. അപ്പോൾ എന്ത് സംഭവിക്കാം, ഞാനിവിടെ ഇപ്പോൾ ഒരു 500 എന്നുള്ളത് ഞാൻ ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ ആഡ് ടു നമ്പർ എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടെത്തും. എന്നിട്ട് അതിൽ നമ്മൾ വാല്യൂ സെറ്റ് ചെയ്യുന്നുണ്ട്. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും എന്താ സംഭവിക്കും, ഞാനിവിടെ ടൈപ്പ് ചെയ്ത് 500 പോയിട്ട് അതിന് പകരം 999 വരും. എന്നിട്ട് നമ്മൾ അതിന് വാല്യൂ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് 999 തന്നെയാണ് കാണാനും പറ്റുക. ഓക്കെ, 999 ആയിട്ട് മാറി, കാരണം നമ്മളോട് വാല്യൂ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് സെറ്റ് ചെയ്യാനും ഇങ്ങോട്ട് എടുക്കാനും പറ്റും. ഇവിടെ നമ്മൾ ചെയ്യാൻ നോക്കുന്ന എന്താണ്, വാല്യൂ ഇങ്ങോട്ട് എടുക്കാനാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വാല്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതേപോലെ സെക്കൻഡ് വാല്യൂവിന് നമുക്ക് എടുക്കാം. വാർ n2 എലമെൻറ്റ് എന്നുള്ളതിന് EL എന്നാക്കിയിട്ട് ഞാൻ മാറ്റുകയാണ്. n2 EL ഈക്വൽ ടു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാൻ പറ്റും. ഞാൻ കുറച്ച് ഷോർട്ട് ഫോം ആക്കുന്നതാണ്. എന്നിട്ട് ഈ സെക്കൻഡ് നമ്പർ നമുക്ക് ഞാനിവിടെ ഒരു 2 നമ്പർ 200, 300 കൊടുത്തു കഴിഞ്ഞാൽ ആ 2 വാല്യൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് വാല്യൂ റിട്രീവ് ചെയ്യാൻ പറ്റി. ഇനി നമുക്ക് ഇതിൻ്റെ ഡാറ്റ ടൈപ്പ്, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ ടൈപ്പ് ഒന്ന് നോക്കാം. നമുക്കറിയാം അരിത്മെറ്റിക് ഓപ്പറേഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്പർ വെച്ചിട്ട് നമുക്ക് അരിത്മെറ്റിക് ഓപ്പറേഷൻ നടത്താൻ പറ്റുള്ളൂ. നമുക്ക് ശരിക്കും വാർ സം ഈക്വൽ ടു n1 എലമെൻറ്റ് ഡോട്ട് വാല്യൂ പ്ലസ് n2 എലമെൻറ്റ് ഡോട്ട് വാല്യൂ, ഇതാണ് ശരിക്കും നമുക്ക് ചെയ്യേണ്ടത്. പക്ഷെ നമുക്കറിയാം ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ വാല്യൂ നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം എന്താ വരുന്നത്. ഞാനിവിടെ കൺസോളിലോട്ട് നോക്കാം. സമ്മ കൊടുക്കുന്നുണ്ട്, 100ഉം ഒരു 200ഉം കൊടുത്തു. എന്നിട്ട് ഞാൻ ഇത് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്, 100 200 എന്നാവുന്നത് എന്ന് വെച്ചാൽ സ്ട്രിങ് കോൺകാറ്റിനേഷനാണ് സംഭവിച്ചത്. അതിൻ്റെ കാരണം എന്താണ്, ഇതിന് വരുന്ന വാല്യൂ മിക്കവാറും സ്ട്രിങ് ആയിരിക്കും. അത് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം ടൈപ്പ് ഓഫ് എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. ടൈപ്പ് ഓഫ് n1 എലമെൻറ്റ് ഡോട്ട് വാല്യൂ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും സ്ട്രിങ് ആണ്. പിന്നെ ഈ എലമെൻറ്റിൻ്റെ വാല്യൂ നമ്മൾ എടുക്കുന്ന സമയത്ത് സ്ട്രിങ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കോൺകാറ്റിനേഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ കൺവേർട്ട് ചെയ്യണം. സ്ട്രിങ്ങിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അരിത്മെറ്റിക് ഓപ്പറേഷൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്കതിനെ കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു സ്ട്രിങ്ങിനെ നമ്പർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഓപ്ഷൻസ് തരുന്നുണ്ട്. സ്ട്രിങ്ങിനെ ബൂളിയൻ ആക്കാനും അങ്ങനെ ക്രോസ് കൺവേർഷനും വേണ്ടിയുള്ള ഓപ്ഷൻസ് തരുന്നുണ്ട്. നമുക്കിവിടെ ഞാൻ വാർ n1 ഈക്വൽ ടു ഈ n1 എലമെൻറ്റിൻ്റെ വാല്യൂവിനെ എടുത്തിട്ട് കൺവേർട്ട് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു n1 എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഞാൻ n1 എലമെൻറ്റ് ഡോട്ട് വാല്യൂ ഇതിനെനിക്ക് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. ഇങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജാവാസ്ക്രിപ്റ്റിൽ പാർസ് എന്ന് പറയുന്ന ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പാർസ് ഇൻഡ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കുന്ന സ്ട്രിങ് ആയിട്ട് കൊടുക്കുന്ന വാല്യൂവിനെ ഇൻറ്റിജർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അതിൻ്റെ ഡോട്ട് പോയിന്റിന് ശേഷമുള്ള വാല്യൂസ് നമുക്ക് മിക്സായി പോകും. ഇപ്പം നമ്മൾ ഇൻറ്റിജർ വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ അത് യൂസ്ഫുൾ ആണ്. അല്ല എനിക്കിനി ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസും കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് പാർസ് ഫ്ലോട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമ്പറായിട്ട് നമുക്ക് കിട്ടും. നിങ്ങളെ യൂസിനനുസരിച്ച് പാർസ് ഇൻഡോ അല്ലെങ്കിൽ പാർസ് ഫ്ലോട്ടോ വെച്ചിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ എന്തായി, ഈ n1 എലമെൻറ്റിൻ്റെ ഉള്ളിലുള്ള വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്തു, നമ്പർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തു. ഇത് റിട്ടേൺ ചെയ്യുന്നത് നമ്പറാണ്. നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിൻ്റെ ഇവിടെ കർസർ വെച്ച് കഴിഞ്ഞാൽ
ഏറ്റവും ലാസ്റ്റിൽ നിങ്ങൾക്ക് ഈ കോളൻ കഴിഞ്ഞിട്ട് കാണാൻ പറ്റും എന്താണ് റിട്ടേൺ ചെയ്യുന്ന ഡാറ്റയുടെ ടൈപ്പ് എന്നുള്ളത്, നമ്പറാണ്. അതേപോലെ നമ്മളിവിടെ var n2 ഈക്വൽ ടു പാർസ് ഫ്ലോട്ട് ഓഫ് n2 എലമെൻറ്റ് ഡോട്ട് വാല്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ നിന്നുള്ള ടെക്സ്റ്റ് വാല്യൂവിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് വേറെ 2 വേരിയബിൾക്ക് എടുത്ത് വെച്ചു. n1 n2 എന്ന് പറയുന്ന വേരിയബിൾക്ക് ഞാൻ എടുത്ത് വെച്ചു. ഇനി എനിക്ക് എന്ത് ചെയ്താൽ മതി, n1 പ്ലസ് n2 എന്നുള്ളത് ഓപ്പറേഷൻ നടത്താൻ പറ്റും. എന്നിട്ട് അതിന് സം എടുത്തു. എനിക്കിവിടെ ഈ സമ്മിനെ എനിക്കിവിടെ കാണിക്കാൻ തൽക്കാലം ഞാൻ ഒന്ന് പ്രിൻ്റ് ചെയ്തിട്ട് കാണിക്കാം. ഞാനിവിടെ 100 ഒരു 400 എന്തായി 500 എന്നുള്ള റിസൾട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത് ശരിക്കും അരിത്മെറ്റിക് ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു 2 നമ്പർ ആഡ് ചെയ്യാനുള്ള ചെറിയൊരു കാൽക്കുലേറ്ററാണ് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പറഞ്ഞ 2 നമ്പറും കാൽക്കുലേറ്റ് ചെയ്ത് റിസൾട്ടെല്ലാം കണ്ടെത്തി. എനിക്ക് വേണ്ടത് എന്താണ്, ഇവിടേക്ക് ഇതിനുള്ളിൽ റൈറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് ഞാൻ ചെയ്യേണ്ടത് എന്താണ്, ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID ഓഫ് നമ്മൾ കൊടുത്തുള്ള റിസൾട്ട് എന്ന് പറയുന്ന ഒരു ID ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തത് എന്താണ്, ഗെറ്റ് എലമെൻറ്റ് ബൈ ID എന്നുള്ളതിനെ കൊടുത്തിട്ട് അതിനെ നമ്മളൊരു വേരിയബിൾക്ക് എടുത്ത് വെച്ചു. എന്നിട്ട് ആ വേരിയബിളിൻ്റെ ഉള്ളുന്ന ഡോട്ട് വാല്യൂ എന്നുള്ളത് നമ്മൾ വിളിച്ചു. ഇവിടെ ശരിക്കും ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ഒരു HTML എലമെൻ്റ് ആണ് അല്ലേ. ഇവിടെ നമ്മൾ ഇങ്ങനെ ഗെറ്റ് എലമെൻറ്റ് ബൈ ID എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ റിട്ടേൺ ചെയ്യുന്നത് ഒരു HTML എലമെൻ്റ് ആണ്. ഈ HTML എലമെൻറ്റിനെ റിട്ടേൺ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡോട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ വിളിക്കാൻ പറ്റും. പിന്നെ ഒന്നുകിൽ എനിക്ക് ഇതേപോലെ നമ്മളിവിടെ ചെയ്ത പോലെ ഒരു വേരിയബിൾക്ക് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഡോട്ട് തന്നെ വിളിക്കാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ഡോട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. ഒരു വേരിയബിളിൽ എടുത്ത് വെച്ചിട്ട് കൊടുക്കുന്നതിന് പകരം ഇവിടെ നമുക്ക് വാല്യൂ എല്ലാം എടുക്കാൻ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഈ ഒരു അപ്രോച്ച് ഉപയോഗിച്ച് 2 അപ്രോച്ച് ആണെങ്കിലും വർക്കാവും. ഇവിടെ തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, ഇന്നർ ടെക്സ്റ്റ് ഈക്വൽ ടു അല്ലെങ്കിൽ ഇന്നർ HTML ഈക്വൽ ടു എന്താ ചെയ്യുക, ഞാൻ സം എന്നുള്ളതിനെ ഞാൻ കൊടുക്കുകയാണ്. നമുക്കൊന്ന് നോക്കാം. 400ഉം ഒരു 200ഉം കൊടുത്തു, എന്തായി 600 എന്നുള്ള റിസൾട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഞാനിവിടെ സം ഈസ് സ്ട്രിംഗ് കോൺകർണേഷൻ കൊടുത്തിട്ട് എനിക്കിവിടെ ഞാൻ റൈറ്റ് ചെയ്യാം. ഇവിടെ നമുക്കിവിടെ റിസൾട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ ചെയ്ത എന്താണ്, ഈ HTML എന്നുള്ള ഈ ID വെച്ചുള്ള എലമെൻറ്റിനെ കണ്ടെത്തി അതിൽ നിന്നുള്ള വാല്യൂവിനെ എടുത്തു, സെക്കൻഡ് എലമെൻറ്റിനെ കണ്ടെത്തി അതിൻ്റെ വാല്യൂ എടുത്തു. അപ്പോൾ അതിനെ നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആക്കിയിട്ട് നമുക്ക് നമുക്കറിയാം ഇൻറ്റിജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 100 എന്ന് പറയുന്നത് ഇൻറ്റിജറാണ്. പക്ഷേ 100.5 അല്ലെങ്കിൽ 4 എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറാണ്. പോയിന്റിൻ്റെ ശേഷം നമ്പർ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കിവിടെ ഈ കേസിലാണെങ്കിൽ നമുക്ക് പോയിന്റിൻ്റെ ശേഷമുള്ളത് നമ്മൾ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഞാനൊരു 500.60 നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാർസ് ഫ്ലോട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാർസ് ഇൻറ്റ് ഉപയോഗിക്കാൻ പറ്റും. പാർസ് ഇൻറ്റ് ഉണ്ട്, പാർസ് ഫ്ലോട്ട് ഉണ്ട്. അതേപോലെ ഇപ്പോൾ നിങ്ങൾക്ക് വേറൊരു പർപ്പസിന് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ട്രിങ്ങിൽ വരുന്ന യൂസർ ട്രൂ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബൂളിയൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ബൂളിയന് നമുക്ക് ഇല്ല, ബൂളിയൻ ഓപ്ഷൻ ഇല്ല, ഇൻറ്റും ഫ്ലോട്ടും മാത്രമേ ഉള്ളൂ. ഓക്കെ, ബൂളിയന് നമുക്ക് ബൂളിയൻ എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇൻറ്റിജറിനും ഫ്ലോട്ടിനും മാത്രമേ നമുക്ക് പാർസ് ഓപ്ഷൻ ഉള്ളൂ, മറ്റുള്ളതിന് നമുക്ക് ഡയറക്റ്റ് ബൂളിയൻ ഓഫ് എന്നുണ്ട്. അത് പിന്നീട് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മളിത് ഈ ഒരു ഇത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു സിമ്പിൾ കാൽക്കുലേഷനിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ വേറൊരു കാര്യം നമുക്ക് പറയാനുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്ത ഈ N1 എലമെൻറ്റ് N1 ഇതെല്ലാം നമുക്ക് ശരിക്കും ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് എവിടെയാണ്, ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ ഇതിന് ലൈഫ് ഉള്ളൂ. ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെല്ലാം മെമ്മറിയിൽ നിന്ന് ഒഴിവാക്കും. ഞാൻ പറഞ്ഞെല്ലാം മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതാണ്. മെമ്മറി അലോക്കേറ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മളൊരു വേരിയബിൾ ഉണ്ടാക്കി കമ്പ്യൂട്ടർ സ്റ്റോപ്പ് ചെയ്യുന്നത് മെമ്മറി അലോക്കേഷൻ അവിടെ തന്നെ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റാം തീർന്നു പോകും. റാമിൻ്റെ കപ്പാസിറ്റി മറ്റുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ കിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സിസ്റ്റം എങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് ഡിക്ലെയർ ചെയ്തിട്ടുള്ള വേരിയബിളിനെ ആ ഫംഗ്ഷൻ്റെ എക്സിക്യൂഷൻ ഈ കേളി ബ്രേസ് അങ്ങ് തീർന്നു കഴിഞ്ഞാൽ അതിനങ്ങ് ഡീഅലോക്കേറ്റ് ചെയ്യും. അങ്ങനെ ഡീഅലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള പ്രോഗ്രാംസിന് അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ലോക്കൽ വേരിയബിളാണ്, ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ള ലോക്കൽ വേരിയബിളാണ്.
ഓക്കെ.